വെൽക്കം ടു ലുയാൻസ്. അപ്പോൾ കുറേ കാലമായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്, ഷോർട്ടിൽ വെച്ച് നമ്മളിങ്ങനെ വീഡിയോസ് ഇടാന്നല്ലാതെ കുറേ ആയി ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് എന്താണ് എന്നായിരിക്കും ചിന്തിക്കുന്നത്. അതെ, അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാഫ്ലാൻ്റെ കല്യാണമാണ്. നമ്മൾ അറിഞ്ഞിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നാഫ്ലാൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ബ്രൈഡ് ടു ബി കൊടുക്കുന്നുണ്ട് പെരിന്തൽമണ്ണ. അപ്പോൾ സർപ്രൈസ് ഒന്നുമല്ല, നമ്മളോട് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം കൂതറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ കൊള്ളാവൂലേ. അപ്പോൾ നമ്മൾ അടിപൊളി സെറ്റിലൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കഫേയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രണ്ട്സ് എല്ലാവരോടും എത്തിക്കണം. ഞാൻ ആഫ്ലാനെ വെയിറ്റ് ചെയ്യാൻ, ഞങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് ഒരുമിച്ച് പോവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കല്യാണം പ്രമാണിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോവാം. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് മേലാറ്റൂർ പോകണം. എന്നിട്ട് അവിടേക്ക് നാഫ്ല വന്നിട്ട് അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് പോവുക ചെയ്യാം. ഓക്കെ, എന്തായാലും എല്ലാതും ഇങ്ങനെ കാണിക്കാം. അങ്ങനെ മേലാറ്റൂർ ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ നാഫിൽ എത്തിയിട്ടില്ല. അവിടെ എത്തിയപ്പോൾ കട്ട പോസ്റ്റ് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നോളെ. അങ്ങനെ അവൾ പെരിന്തൽമണ്ണ ബസ്സിലാണ് കയറിയിരുന്നത്. അപ്പോൾ ഞാൻ മേലാറ്റൂരിൽ നിന്ന് കയറി അവളെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മേലാറ്റൂരിൽ നിന്ന് പോന്ന് പെരിന്തൽമണ്ണ. അവൾ പൊട്ടിയിട്ടുള്ള തിരക്കിലാണ് ഗൈസ്. She is getting ready in car. ഇങ്ങോട്ട് നോക്കിക്കാൻ ആഫില തംസപ്പാട്ട്. നമ്മൾ അങ്ങാടിപ്പുറം കോച്ച് വിൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിലാണ്, അതിൻ്റെ ഔട്ട്ഡോറിലാണ് നമ്മൾ ബ്രൈഡ് ടു ബി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും റെഡിയായി. നമുക്ക് അത്ര ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ട്. കഫേ ഒരു വിൻറ്റേജ് തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൈഡ് ടു ബിയുടെ തീമും നമ്മൾ വിൻറ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു വിൻറ്റേജ് ടൈപ്പ് തീമായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഫുൾ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. പാർട്ടീസും കാര്യങ്ങളൊക്കെ നടത്താൻ അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നാഫ്ലാനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഗൈസ്. അങ്ങനെ ഷീസ് വെരി ലാഗ് അടിപ്പിക്കൽ. കാരണം മേലാറ്റൂർ ബസ് സ്റ്റോപ്പിലും 10-15 മിനിറ്റ് പോസ്റ്റായി. ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം പറഞ്ഞിട്ട് 1/2 മണിക്കൂറായി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 1 മണിക്കൂർ അങ്ങനെ പോയി ഗൈസ്. പിന്നെ നമ്മൾ ആകെ 1 മണിക്കൂറാണ് കഫേ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. എല്ലാവരും പോസ്റ്റ് അടിച്ച് പണ്ടരടങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഓള് വരുന്നുണ്ട്. അപ്പോൾ ആൾ കുടുങ്ങി വരുന്നുണ്ട്. ഇതാണ് അവളെ ഔട്ട്ഫിറ്റ്. നമ്മളെ വിൻറ്റേജ് തീമ പിടിച്ചെന്നേ പറഞ്ഞു. വിൻറ്റേജ് മോഡലിലാണ് ഉള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓള് പറയുന്നത് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്, സബ്സ്ക്രൈബേഴ്സാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ് കാര്യങ്ങളെന്നൊക്കെ ഓള് ചോദിക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട് പരിപാടിയിലാണ്. ഭാവനയാണ് ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഫോട്ടോഷൂട്ട് പരിപാടി തുടങ്ങി. ഞങ്ങളെ ഫോട്ടോഗ്രാഫർ ഭാവനയാണ് പ്രൊഫഷണൽ. വൈനും പിടിച്ച് നിൽക്കണുണ്ട്. ആൾക്ക് വിയർപ്പിൻ്റെ അസുഖം ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് വിയർപ്പൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുടിയില്ലാത്ത പരാതിയൊക്കെ പറയായിരുന്നു. ആൾ ഷോർട്ട് ഹെയർ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ മുടിയൊക്കെ കട്ട് ചെയ്ത് ഇത്ര പെട്ടെന്ന് കല്യാണം ഉണ്ടാവുമെന്നും ആൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇങ്ങനെ കൊട്ട ചോദിച്ചതാണ്, തന്നില്ല. കൊട്ടയാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ടിട്ട് പോയാൽ സെറ്റായിരിക്കും. കുറച്ചുകൂടി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയിക്കാണ്. കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് ഞാൻ ഫോട്ടോ വീഡിയോ എടുത്ത് തീർത്തു കേട്ടോ. ഉഷ്ണാന്തി ശാന്തി കൃഷ്ണ. അതെ, ഇത് മഴ വന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കും. മഴയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. സോ വൈൻ ഇവിടെ പൊട്ടിക്കലുണ്ട്. മറ്റുള്ളൂ ഇതെങ്ങനെ പൊട്ടിക്കണ്ടെന്ന് എനിക്കറിയില്ല ഗായ്സ്.
അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം എൻ്റെ ഇപ്പോൾ എല്ലാവർക്കും നല്ല വിഷമു. അപ്പോൾ മുസമ്പി കട്ട് ചെയ്തതും അതേപോലെ കേക്കൊക്കെ അങ്ങനെ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നേഹം അവിടെ നിന്ന് പോരാൻ കൂട്ടാക്കണില്ല. നല്ല അട്ടിച്ച് മിന്നലിൻ്റെ തിരക്കിലേന്നു ആൾ. എല്ലാവർക്കും നല്ല വിഷമീന്ന് കഴിച്ചു. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ഓരോരുത്തരും ഓരോ പോസ്റ്റിലൊക്കെ ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോണിൽ സ്വന്തമായിട്ട് ടൈമറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിൽ ഓരോരുത്തർ പോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രൈഡാണൊക്കെ റെഡി ആക്കണത്. അവളെയാണ് ഇപ്പോൾ കാണാനില്ലാത്തത്. അങ്ങനെ എല്ലാവരും ഓരോ പോസിൽ നിന്നുകൊണ്ടിരിക്കുക. പക്ഷേ ശരിയാവണില്ല അങ്ങോട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാഗടിപ്പിച്ച് ആകെ കോളായി. ഞാൻ അങ്ങോട്ട് നീക്കണു ഇങ്ങോട്ട് നീക്കണു. എല്ലാവരും ഇരുന്നിട്ടും പോസ് ചെയ്തിട്ടൊക്കെ ചടച്ചിട്ടുണ്ട് കാര്യം. അങ്ങനെ നമ്മൾ പോസൊക്കെ ഇട്ടിട്ട് കുഴങ്ങി. പക്ഷേ ഒരു പോസിൽ തന്നെ എപ്പോഴും നിൽക്കുന്നത്. ആൾ സെറ്റ് ചെയ്തത് ക്ലിയർ ആയിട്ടില്ല. ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തുളുമ്പേ ഇങ്ങനെ എന്തോ പറയല്ലോ, അങ്ങനെ എന്തോ സംഭവമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്താകെ ചടച്ചു. എല്ലാവർക്കും വെറുത്തു. പാവനൊക്കെ കുറേ നേരം ഈ പോസിട്ട് നിൽക്കണം. പക്ഷെ ശരിയാവണില്ല. ബ്രൈഡ് വന്നാലുള്ളല്ലോ ക്ലിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ പോസൊക്കെ ഇട്ട് നിൽക്കണം. ഫൈനലി അപ്പോൾ നമ്മൾ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണം. എല്ലാവരും പോസിട്ട് നിന്നോളിയും. അങ്ങനെ നമ്മൾ പോസിട്ട് നിൽക്കണം. ഇതാണ് ആദ്യത്തെ ഒരു വിസ്ക് ഫാമിലി ഫോട്ടോ അല്ല ഗൈസ്, ഗ്രൂപ്പ് ഫോട്ടോ. അങ്ങനെ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഓടിക്കൂടിക്കണം. അങ്ങനെ എടുത്ത ഫോട്ടോസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് എല്ലാ പരിപാടിയും ഏകദേശം കംപ്ലീറ്റ് ആയി, സെറ്റായി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മുന്നോട്ട് ഇവിടെ കുറച്ച് നമ്മളെല്ലാ വീഡിയോസും ഇനി തുടരെ അപ്ലോഡ് ചെയ്യും. കുറച്ച് തിരക്കിലായിരുന്നു കല്യാണം പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ വീഡിയോസും എന്തായാലും കല്യാണത്തിന് ശേഷം എന്തായാലും ഞങ്ങൾ എന്നും വീഡിയോസ് ഇടും. ആ കല്യാണം വരെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ കാര്യങ്ങളാണ്. ബട്ട് അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കരുത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ കല്യാണം കുറച്ചും കൂടി പ്ലാൻ ആക്കിയിട്ടുണ്ട്. സോ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ.